വാഹനാപകടത്തിൽ പരിക്കേറ്റ നീലപ്പൊന്മാനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച ഷഫീഖ് ഇന്ന് വിട്ടുപിരിയാത്ത ആത്മബന്ധത്തിന്റെയും അപൂർവ സൗഹൃദത്തിന്റെയും മനോഹര കാഴ്ചയായി മാറുകയാണ്. കുമരനെല്ലൂർ സ്വദേശി മാളിയേക്കൽ ഷഫീഖിന്റെയും പൊന്മാന്റെയും ദൃശ്യങ്ങൾ. എൻ്റെ സുഹൃത്ത് ശരത് രംഗസൂരിയും ബജീഷും ചേർന്ന് പട്ടാമ്പിയിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഒരു വാഹനം തട്ടിയിട്ട് പറക്കാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പൊന്മാനെ കണ്ടത്. അവിടുന്ന് ഞങ്ങൾ കണ്ട് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് എന്ന രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു വീട്ടിലേക്ക് കൊടുന്ന്. മുന്നേ ഒരു പക്ഷിയെയും കൂട്ടിലിട്ട് വളർത്തില്ല എന്നുള്ള വ്യക്തിപരമായ തീരുമാനമായിരുന്നു. പക്ഷെ അത് കൂട്ടിലിട്ട് വളർത്താതെ തന്നെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് എങ്ങനെ നമ്മൾ ശ്രമിച്ചിട്ടത് പോകുന്നില്ല. അപ്പോൾ വീട്ടിൽ അംഗം പോലെ ആയിക്കണം. വീട്ടിൽ രംഗം പോലെ വളർത്താനുള്ള തീരുമാനം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും. ആപത്തിൽപ്പെടുമ്പോൾ സഹായിക്കുന്നവരെ മറക്കരുതെന്നാണ് നാം പറയാറുള്ളത്. എന്നാൽ ഇത് മനുഷ്യർക്ക് മാത്രമാണോ ബാധകം? പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും ആപത്തിൽ സഹായിക്കുന്നവരെ മറക്കില്ലെന്ന മനോഹര കാഴ്ചയാണ് ഷഫീഖിന്റെയും നീലപ്പൊന്മാന്റെയും ആത്മബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പൊതുപ്രവർത്തകനും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷഫീഖിന്റെയും വീട്ടുകാരുടെയും അരുമയാണിപ്പോൾ ഈ നീലപ്പൊന്മാൻ. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പട്ടാമ്പിയിൽ നിന്നും കുമരനെല്ലൂരിലേക്കുള്ള യാത്രക്കിടെ കോക്കാട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് ഒരു പക്ഷിയെ മുന്നിൽ പോയ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നത്. അപകടത്തിൽ തെറിച്ചു വീണ പക്ഷിയെ റോഡിലും സമീപത്തും കാണാതായതോടെ പറന്നുപോയി കാണും എന്ന് കരുതി മുന്നോട്ടു പോയ ഷഫീഖിനോട് പുറകെ വന്ന സുഹൃത്തുക്കളാണ് ഒരു പക്ഷി അപകടത്തിൽ പരിക്കേറ്റ് അവശനിലയിൽ കിടപ്പുണ്ടെന്ന് അറിയിച്ചത്. ഉടൻ തന്നെ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഷഫീഖ് കണ്ടത് മരണത്തിനും ജീവിതത്തിനുമിടയിൽ പരിക്കേറ്റ് പിടയുന്ന പൊന്മാനെയാണ്. പക്ഷിയെ കോരിയെടുത്ത് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഉടൻ തന്നെ പൊന്നാനി ചമ്രവട്ടത്തെ സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പൊന്മാനെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കി. തുടർ ചികിത്സകളിൽ ആരോഗ്യം വീണ്ടെടുത്ത പൊന്മാൻ തന്റെ ജീവൻ രക്ഷിച്ച ഷഫീഖിനെ വിട്ടുപോവാനും തയ്യാറായില്ല. ഭാര്യ, 2 കുട്ടികൾ, ഉപ്പ, ഉമ്മ അടങ്ങുന്ന മുഴുവൻ കുടുംബാംഗങ്ങളുമായും സൗഹൃദത്തിലായ നീലപ്പൊന്മാൻ ഇപ്പോൾ ഷഫീഖിന്റെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. തന്റെ കിടപ്പുമുറിയിൽ പൊന്മാനായി പ്രത്യേക ഇരിപ്പിടവും ഷഫീഖ് ഒരുക്കിയിട്ടുണ്ട്. ഷഫീഖിന്റെ കാർ യാത്രകളിൽ ഇപ്പോൾ സ്ഥിരം സഹയാത്രികൻ കൂടിയാണ് നീലപ്പൊന്മാൻ. റോളക്സ് എന്നാണ് പക്ഷിക്ക് ഇവർ പേര് നൽകിയത്. ചെറിയ മത്സ്യങ്ങൾ, കഞ്ഞിവെള്ളം, ഇളനീർ എന്നിവയാണ് റോളക്സിന്റെ ഇഷ്ടഭക്ഷണങ്ങൾ. കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 3 നേരവും മൾട്ടി വിറ്റാമിൻ ടോണിക്കും നൽകി വരുന്നുണ്ട്. പകൽ സമയത്ത് വീടിനകത്തും തൊടിയിലുമെല്ലാം പറന്നു നടക്കുന്ന പൊന്മാൻ ഷഫീഖിന്റെ റോളക്സ് വിളി കേട്ടാൽ പറന്നെത്തും. സന്ധ്യ മയങ്ങുന്നതോടെ വീട്ടിനകത്തെത്തുന്ന റോളക്സ് രാത്രി വിശ്രമത്തിനായി ഷഫീഖിന്റെ ബെഡ്റൂമിലെ വിശ്രമസ്ഥാനത്തേക്ക് പോകും. നാട്ടിലെയും വീട്ടിലെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും താരം കൂടിയാണിപ്പോൾ നീലപ്പൊന്മാൻ. കരുണയുടെയും സഹജീവി സ്നേഹത്തിന്റെയും കരുതലിന്റെയും എല്ലാം മികവാർന്ന മാതൃക കൂടിയാണ് ഷഫീഖ് എന്ന പൊതുപ്രവർത്തകന്റെയും നീലപ്പൊന്മാന്റെയും ആത്മബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ നിരവധി ആരാധകർ റോളക്സിനും.